നിങ്ങളുടെ കഴുത്തിൻ്റെ പുറകിലും നിങ്ങളുടെ കക്ഷത്തിലും കാണുന്ന കറുത്ത പാട് പലപ്പോഴും ഡയബറ്റീസിന് കാരണമാകുന്നുണ്ട്. ഇത് തുടക്കത്തിൽ തിരിച്ചറിഞ്ഞാൽ ഡയബറ്റീസിൽ നിന്നും പൂർണ്ണമായും കരകയറാൻ കഴിയും. ഞാൻ ഡോക്ടർ സുജിത്, നാച്ചുറോപ്പതി ഫിസിഷ്യൻ, പ്രാണ ഹോസ്പിറ്റൽ, കൊല്ലം. പല പേഷ്യൻറ്റും ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഡോക്ടർ, എൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തെ കറുത്ത പിഗ്മെൻറ്റേഷൻ മാറ്റാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്? അല്ലെങ്കിൽ എൻ്റെ അണ്ടർ ആമിലെ പിഗ്മെൻറ്റേഷൻ മാറണമെന്നില്ല, അല്ലെങ്കിൽ എൻ്റെ എൽബോയിൽ സൈഡിലെല്ലാം പിഗ്മെൻറ്റേഷൻ വരുന്നുണ്ട്, നക്കിൾസിൽ പിഗ്മെൻറ്റേഷൻ വരുന്നുണ്ട്, ഇത് എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് പലരും വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിനുവേണ്ടി അവർ പല മാർഗങ്ങളും പരീക്ഷിച്ചിട്ടുമുണ്ട്. പല റെമഡീസ്, പല യൂട്യൂബിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല റെമഡീസും അവർ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കുന്നത്. അപ്പോഴും ഞങ്ങൾക്ക് പറയാനുള്ള ഒരേ ഒരു ആൻസർ, ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസിനാലെ വരുന്നത് കൊണ്ടാണ്. നമുക്കറിയാം, ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് ഡയബറ്റീസ് വരുന്നതിന് മുന്നുള്ള സ്റ്റേജാണ് പ്രീ ഡയബറ്റിക്. ഈ പ്രീ ഡയബറ്റിക്കിന് മുന്നേ നമുക്ക് ശരീരം കാണിച്ചു തരുന്നതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് സമയത്ത് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് അധികമായിട്ട് ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് ഡയബറ്റീസ് വരാതെ തന്നെ ഡയബറ്റീസിനെ തടുത്തു നിർത്തുകയും പരിപൂർണമായിട്ടും റിവേഴ്സ് ചെയ്ത് നമ്മുടെ ശരീരത്തിന് കൊണ്ടുവരുവാനും നമുക്ക് സാധിക്കും. നമുക്കറിയാം, നമ്മുടെ പാൻക്രിയാസ് ആണ് ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നത്. എന്തിനാണ് ഈ ഇൻസുലിൻ നമുക്ക് ശരീരത്തിൽ ആവശ്യമായി വരുന്നതെന്ന് അറിയാമോ? അതായത് നമ്മുടെ കഴിക്കുന്ന ആഹാരം, അതായത് കാർബോഹൈഡ്രേറ്റോ നമ്മൾ കഴിക്കുന്ന എന്തും തന്നെ ഗ്ലൂക്കോസായി കൺവേർട്ടായിട്ട് നമ്മുടെ സെല്ലിൻ്റെ അകത്ത് പോകും. സെല്ലിൻ്റെ അകത്ത് പോയിട്ടാണ് എനർജി ആയിട്ട് അത് കൺവേർട്ട് ആകുന്നത്. ആ ഈ സെല്ലിൻ്റെ അകത്ത് പോകുന്നതിന് നമുക്ക് ആവശ്യമായ സാധനമാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു ഡോറ് തുറക്കുന്നതിന് കീ എന്ന പോലെയാണ് നമുക്ക് ഈ ഇൻസുലിൻ. ആ ഇൻസുലിൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഗ്ലൂക്കോസിന് സെല്ലിൻ്റെ അകത്ത് പോകുവാൻ കഴിയുള്ളൂ. പലപ്പോഴും നമുക്ക് സെല്ലിൻ്റെ അകത്തോട്ട് ഗ്ലൂക്കോസ് എത്താൻ കഴിയാതെ നിൽക്കുന്ന ഒരു സ്റ്റേജിനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഞാനൊരു എക്സാമ്പിളായിട്ട് പറയട്ടെ. നിങ്ങളൊരു ഷോ കാണാൻ പോവുകയാണ്. ആ ഷോയ്ക്ക് വേണ്ടി ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തിനെയാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. ആ ടിക്കറ്റിനെ ഇൻസുലിൻ എന്ന് കരുതുക. ഷോ നടക്കുന്ന സ്ഥലം സെല്ലെന്ന് കരുതുക. അപ്പോൾ സെല്ലിൽ 50% മാത്രമേ ഒരു ഷോയ്ക്ക് പങ്കെടുപ്പിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ 50-ൽ കൂടുതൽ ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞാൽ അവിടെ നിന്ന് 50 പേർ ഫില്ലായി കഴിഞ്ഞു. ആ ഷോ നടക്കുന്ന സ്ഥലത്ത് ഫില്ലായി കഴിഞ്ഞു. ബാക്കിയുള്ളവർ വെളിയിൽ നിൽക്കേണ്ടി വരും. ആ വെളിയിൽ നിൽക്കുന്നവർ പല സ്ഥലത്തിലായിട്ട് അലിഗേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇൻസുലിനും നടക്കുന്നത്. അതായത് ഫസ്റ്റ് നമ്മൾ കഴിക്കുന്ന ആഹാരം ഗ്ലൂക്കോസായിട്ട് കൺവേർട്ടായി നമ്മുടെ സെല്ലിൻ്റെ അകത്തോട്ട് പോകുവാൻ വേണ്ടി ഇൻസുലിൻ വേണം. പാൻക്രിയാസ് അതിന് ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യും. പക്ഷേ നമ്മുടെ സെല്ലിൽ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള മാത്രമേ അത് എടുക്കത്തുള്ളൂ, ബാക്കിയുള്ളതിനെ അതിന് എടുക്കത്തില്ല. അപ്പോൾ ബാക്കി വരുന്നവർ വെളിയിൽ നിൽക്കുന്ന ഒരു അവസ്ഥ വരും. അപ്പം വെളിയിൽ നിൽക്കുന്ന ഇൻസുലിൻ വന്നിട്ട് നമ്മുടെ ശരീരത്തിൽ മുഴുവനുമായിട്ട് സഞ്ചരിക്കാൻ തുടങ്ങും. വീണ്ടും പാൻക്രിയാസ് എന്ന് കരുതും, വീണ്ടും അവിടെ ഇതാണ് ഇനിയും അവിടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് സെക്രീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ പക്ഷേ സെല്ലിൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്കും സെല്ല് ഒരു കാരണവശാലും ഈ ഇൻസുലിനെയോ അല്ലെങ്കിൽ ഗ്ലൂക്കോസിനെയോ അകത്ത് വിടാതിരിക്കും. അപ്പോൾ ഇത് ശരീരത്തിൽ മുഴുവനുമായിട്ട്, ബ്ലഡിൽ മുഴുവനുമായിട്ട് ഇത് ഇൻവോൾവ് ആയിട്ട് കൊണ്ടിരിക്കും. ഇതിനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് നിങ്ങളുടെ ശരീരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ട്, അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് അധികമാണോ എന്ന് അറിയുവാൻ വേണ്ടി നമുക്കൊരു ടെസ്റ്റ് ഉണ്ട്. അതിനെയാണ് ഹോമോ IR എന്ന് പറയുന്നത്. ഇത് 0.5 1.4 വരയ്ക്കും ഇതിൻ്റെ നോർമൽ വാല്യൂ ആണ്. ഇതിൽ എന്തെങ്കിലും ഡീവിയേഷൻസ് വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണെന്ന്. അപ്പോൾ നമ്മൾ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ അധികമായിട്ട് നിൽക്കുന്ന ഈ ഗ്ലൂക്കോസിനെ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ നോക്കണം. അതായത് സെല്ലിൻ്റെ അകത്തുള്ള എനർജി ആയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ യൂട്ടിലൈസ് ചെയ്യേ വീണ്ടും സെല്ലിൻ്റെ അകത്തോട്ട് ഗ്ലൂക്കോസ് എൻ്റർ ആവുകയും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയുകയും ചെയ്യും. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ: 1, കൃത്യമായിട്ട് നിങ്ങൾ എക്സസൈസ് ചെയ്യുക. 2, കൃത്യമായിട്ടുള്ള ആഹാരക്രമം കൃത്യമായിട്ട് എടുക്കുക. അനാവശ്യമായ ഓയിൽ ഐറ്റംസും അനാവശ്യമായ കാർബോഹൈഡ്രേറ്റ് അധികമായിട്ട് അടങ്ങിയിട്ടുള്ള ഫുഡ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക.
നമുക്കറിയാം ഇന്ന് നമ്മൾ ശീലിച്ചു വരുന്ന ഒരു ഡയറ്റ് പാറ്റേൺ ഉണ്ട്. അതായത് കാർബോഹൈഡ്രേറ്റ് അധികവും പ്രോട്ടീൻ കുറവും നല്ല ഫാറ്റിൻ്റെ അളവ് കുറവും ഫൈബർ വളരെയധികം കുറവുമാണ്. ഇത് തിരിച്ചാണ് നമുക്ക് വരേണ്ടത്. അതായത് നല്ല പ്രോട്ടീൻസിൻ്റെ അളവ് കൂടുതലും ഫൈബറിൻ്റെ അളവ് കൂടുതലും നല്ല ഫാറ്റിൻ്റെ അളവ് കൂടുതലും കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറച്ച് മാത്രം എടുക്കുക. ഇങ്ങനെ നമ്മുടെ ഡയറ്റ് പ്ലാൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസിൽ നിന്ന് നമുക്ക് കരകയറാൻ വളരെ എളുപ്പമാണ്. രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മസിൽ ഗ്രോത്തിനെ ഡെവലപ്പ് ചെയ്യുക. അതായത് നിങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ നിങ്ങളുടെ മസിൽ ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക. ജിമ്മിൽ പോകേണ്ടത് മസിൽ ഗ്രോത്ത് ചെയ്യുമ്പോൾ, അതായത് സ്ട്രെങ്തനിങ്, മസിൽ ഗ്രോത്തും ആൻഡ് മസിൽ സ്ട്രെങ്തനിങ്ങുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അധികമായിട്ടുള്ള എനർജി അവിടെ യൂട്ടിലൈസ് ആവുകയും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയുകയും ചെയ്യും. മൂന്നാമതായി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ്. അതായത് 8 മണിയിൽ നിന്ന് 16 മണിക്കൂറിലേക്ക് ഒന്നും കഴിക്കാതെ ഇരിക്കുന്നതാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത് കൃത്യമായിട്ടുള്ള അളവിൽ ഒരു ഫിസിഷ്യൻ്റെ അണ്ടറിൽ മാത്രം എടുക്കുവാൻ വേണ്ടി നോക്കേണ്ടതാണ്. എന്തൊക്കെ ഭക്ഷണങ്ങൾ നിങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കഴിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അധികമായി കഴിക്കേണ്ടത് പച്ചക്കറികളും ഫ്രൂട്ട്സുകളും നല്ല ഫാറ്റും അടങ്ങിയ ആഹാരങ്ങളാണ് അധികമായിട്ട് നിങ്ങൾ എടുക്കേണ്ടത്. കാരണം പച്ചക്കറി നിങ്ങൾ അധികമായിട്ട് എടുക്കുമ്പോൾ ലോ കലോറി ആയിരിക്കും, പക്ഷെ നമുക്കായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും എല്ലാം തന്നെ നമുക്ക് പച്ചക്കറികളിൽ നിന്ന് ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സീഡ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അതായത് ഫ്ലാക്സ് സീഡ്, ചിയ സീഡ്, എല്ലാ സീഡും, പംകിൻ സീഡ്, ഈ തുടങ്ങിയ സീഡ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും യോഗ ക്ലിയറായി ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസിനും വളരെയധികം നല്ലതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ മസിൽ ഗ്രോത്തിന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നതും വളരെയധികം നല്ലതായിരിക്കും. ഇനി വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രകൃതിദത്തമായ റെമഡീസ് എന്തെല്ലാമെന്ന് നോക്കാം. ഇതിൽ ആദ്യമായിട്ട് ഉലുവ രാത്രി കോരുവാൻ വെച്ചിട്ട് ആ 1 ലിറ്റർ വെള്ളത്തിൽ 2-3 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ടതിന് ശേഷം രാത്രി മുഴുവൻ കോരാൻ വെച്ചതിന് ശേഷം ആ വെള്ളം രാവിലെ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. 2 കറുവപ്പട്ട ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് കുടിക്കാവുന്നതാണ്. 3 ആലുവേര ജ്യൂസ് നിങ്ങൾക്കൊരു 15 ml ഡെയിലി വെറും വയറ്റിൽ എടുക്കാവുന്നതാണ്. 4 ഫ്ലാക്സ് സീഡ് പൊടിച്ച് സലാഡ്സിൽ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അധികമായിട്ട് വെളുത്തുള്ളി നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇത് ഇൻഫ്ലമേഷനെ കുറയ്ക്കുന്നതിന് വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഉറക്കം, സ്ട്രെസ്സ് ഇതെല്ലാം കൃത്യമായിട്ട് മാനേജ്മെൻറ്റ് ചെയ്താൽ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. അല്ലാതെ നിങ്ങളുടെ കറുത്ത പാടിനെ എന്തെങ്കിലും ബ്ലീച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോയി അതിന് എന്തെങ്കിലും റെമഡി നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ആ പാട് മാറത്തില്ല. നിങ്ങളുടെ ശരീരത്തിൽ, അതായത് നമ്മുടെ പാങ്ക്രിയാസിൽ നടക്കുന്ന പ്രവർത്തനം, അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം ഉണ്ടാകുന്നതാണ് ഈ കറുത്ത പാടുകൾ. ഇതിന് കൃത്യമായിട്ട് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ആന്തരികമായിട്ടുള്ള അവയവത്തിനാണ്. കൂടുതലായിട്ട് ഡയബറ്റീസിനെ കുറിച്ചും ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറിച്ചും അധികമായിട്ട് എന്തെങ്കിലും അറിയുന്നതിനും ട്രീറ്റ്മെൻറ്റിനും വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.